ഗായ്സ് 4 വർഷം മുന്നേ, അതായത് 2022 ജൂലൈ 6 രാവിലെ 9:27 ഞങ്ങൾക്കൊരു ആൺകുട്ടി ജനിച്ചു. ഞങ്ങളുടെ ഇതിർക്കുട്ടൻ. ആ ഒരു നിമിഷം മുതൽ ഞങ്ങളുടെ ലൈഫിലെ പ്രയോറിറ്റി മാറി. ഞങ്ങളുടെ ലൈഫിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കുട്ടി ഹ്യൂമൻ ബീങ് കണ്ണടിച്ച് തുറന്നപ്പോഴത്തേക്കും അവനിതാ 4 വയസ്സായി. 4 years ഓഫ് ഞങ്ങളുടെ പാരന്റ്ഹുഡ്. ആൻഡ് July 6 ഈസ് വെരി സ്പെഷ്യൽ ഡേ ഫോർ us. രാത്രിയാണ് ഞങ്ങൾ എന്തായാലും ആഘോഷം തുടങ്ങി. മിഡ് നൈറ്റ് ഒരു കുട്ടി കേക്ക് കട്ടിങ്ങോട് കൂടിയാണ് ഞങ്ങൾ ഇതിർക്കുട്ടൻ്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ തുടങ്ങിയത്. ഹാപ്പി ബർത്ത്ഡേ പൊന്ന. ആ ഒരു കുട്ടി സെലിബ്രേഷൻ കഴിഞ്ഞ് രാത്രി കിടന്ന് ഉറങ്ങി. രാവിലെ എണീച്ചപ്പോൾ തന്നെ ഞാൻ എൻ്റെ പരിപാടിയൊക്കെ തുടങ്ങി. അതിനു മുന്നേ ഇതിർക്കുട്ടനെ നമുക്ക് വിളിച്ച് എണീപ്പിച്ച് റെഡിയാക്കി അവൻ്റെ ഗുഡി ബാഗ്സ് ഒക്കെ ആയിട്ട് നേരെ കൊണ്ടുവിടണം കിൻഡർ ഗാർഡനിൽ. അവനെ ഡ്രോപ്പ് ചെയ്ത് തിരിച്ചു വന്നതിന് ശേഷം വേണം ഞങ്ങൾക്ക് അവന് വേണ്ടി പ്ലാൻ ചെയ്തിട്ടുള്ള സർപ്രൈസ് എക്സിക്യൂട്ട് ചെയ്യാൻ. അവന് വേണ്ടി ഈ ഒരു സർപ്രൈസ് ഡെക്കറേഷൻ ഞങ്ങൾ പ്ലാൻ ചെയ്യാൻ തുടങ്ങിയിട്ട് ഏകദേശം 2 മാസമായി. എങ്ങനത്തെ ബലൂൺസ് വേണം, എങ്ങനത്തെ കളർ അയക്കണം, എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ വേണം. അയ്യോ ഒന്നും പറയണ്ട. എന്തായാലും ഇതിർക്കുട്ടിനെക്കാളും കൂടുതൽ എക്സൈറ്റ്മെന്റ് എനിക്ക് തോന്നുന്നു എനിക്കായിരുന്നു. അതായത് എങ്ങനെയായിരിക്കും അവൻ റിയാക്ട് ചെയ്യാൻ പോകുന്നത്, അവനത് ഇഷ്ടപ്പെടുമോ. ഒരു സൈഡിൽ ഞങ്ങൾ ബലൂൺസും ഡെക്കറേഷനും പണി നടത്തുകയാണെങ്കിൽ വേറൊരു സൈഡിൽ നിന്ന് ഞങ്ങൾ കേക്കും ബിരിയാണിയുടെ പണിയും കൂടി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതായത് ഒരു മൾട്ടി ടാസ്കിംഗ് മോഡിലായിരുന്നു ഞാനും ഇക്കായും അന്നേ ദിവസം. എന്തായാലും പതിയെ മനസ്സിൽ ഞങ്ങൾ വിചാരിച്ച പോലെ ഡെക്കറേഷനും ബാനേഴ്സും ഒക്കെ വെച്ച് റൂം ഏകദേശം ഒരു വൈബിലോട് ഞങ്ങൾ സെറ്റ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. കൂട്ടത്തിൽ അവന് വേണ്ടി ഒരു ബബിൾ എൻട്രിയും കൂടി പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നു. പ്ലസ് ഈ കാണുന്ന ഒരു പുൾ ഡൗൺ സംഭവം കൂടി ഞങ്ങൾ അവന് വേണ്ടി സെറ്റ് ചെയ്തു. എന്തായാലും ഇനി നമുക്ക് പോയി അവനെ പിക്ക് ചെയ്തിട്ട് വരാം. ഏകദേശം സമയം ഇപ്പോൾ 3:30 കൊണ്ടുവരുന്ന വഴി അവനൊരു സർപ്രൈസ് ഉണ്ടെന്നൊക്കെ പറഞ്ഞ് ഞാൻ അവനെ കൊണ്ടുവരുന്നത്. എന്തായാലും അവൻ്റെ റിയാക്ഷൻ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോ കാണാം. അതുവരേക്കും ബൈ ബൈ.